discuss Still's characterization of normality. So, ഇതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ പഠിച്ചോണം. Let a capital A be a closed subset of a normal space capital X and suppose f from A to closed interval minus 1, 1 is a continuous function. Then there exists a continuous function capital F from X to closed interval minus 1, 1 such that f of x equal to capital F of x equal to small f of x for all x element of x. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ സ്പേസിലെ ഒരു ക്ലോസ്ഡ് സെറ്റിൽ നിന്നുമുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് പ്രൂഫ് നോക്കാം. അപ്പൊ ഇവിടെ എ എന്നുള്ളത് ഓൾറെഡി ക്ലോസ് സെറ്റ് ആണ് തന്നിട്ടുണ്ട്, നോർമൽ ആണെന്നും തന്നിട്ടുണ്ട്. നമ്മൾ B1 എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. B1 ഈസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എ സച്ച് ദാറ്റ് f of x ലെസ് ദാൻ ഓർ ഇക്വൽ ടു -1/3. അപ്പൊ ഇവിടെ നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷൻ ആക്ച്വലി എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാം, എയിൽ നിന്നും എ എന്നുള്ള സെറ്റിൽ നിന്നും ക്ലോസ്ഡ് ഇന്റർവൽ നമ്മുടെ റിയൽ ലൈനിലെ ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ലേക്കാണ്. ഓക്കെ, ഇതിനെ -1 എന്ന് വിചാരിച്ചോളൂ, ഇത് +1 ഇതിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. +1/3യുടെയും -1ന്റെയും ഇടയ്ക്ക് ഇമേജ് വരുന്ന പോയിന്റുകൾ, ഇവിടെ ഇമേജ് വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ അത് ഇവിടെ ഉണ്ടാവുമല്ലോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, B1 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ 1/3യുടെയും 1ന്റെയും ഇടയ്ക്ക് ഇമേജ് വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, C1 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി B1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ -1 -1/3യുടെ എഫ് ഇൻവേഴ്സ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണെന്നല്ലേ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഈ ക്ലോസ്ഡ് ഇന്റർവൽ ക്ലോസ്ഡ് സെറ്റ് ആണല്ലോ. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് ആ ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ B1 ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ്. അതേപോലെ തന്നെ സെയിം റീസണിങ് പ്രകാരം ക്ലോസ്ഡ് 1/3 ക്ലോസ്ഡ് 1 ആ ഇന്റർവെല്ലിന്റെ എഫ് ഇൻവേഴ്സ് ആണ് C1 എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതും കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതും ക്ലോസ്ഡ് സെറ്റ് ആണ്. അപ്പൊ B1 ഉം C1 ഉം ഡിസ്റ്റോയിന്റ് ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് നോക്കിക്കുക, ഇവർക്ക് കോമൺ പോയിന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവരുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇവിടെയും കോമൺ പോയിന്റ്സ് വരില്ല. അപ്പൊ ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള രണ്ട് ക്ലോസ്ഡ് സെറ്റുകളാണ്. ഇനി നമ്മളുടെ യൂറിസോൺ ലെമ്മ അതേപടി അപ്ലൈ ചെയ്യല. യൂറിസോൺ ലെമ്മയിൽ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ലേക്കാണ്, ക്ലോസ് ഇന്റർവൽ 0, 1ലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് അതിന്റെ ഒരു വേരിയേഷൻ, അതായത് ഒരു ഫംഗ്ഷനുമായിട്ട് അതൊരു കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ അതിന്റെ ഒരു വേരിയേഷൻ എഴുതാൻ പറ്റും. ബൈ വേരിയേഷൻ ഓഫ് യൂറിസോൺസ് ലെമ്മ ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ f1 ഫ്രം x ടു ക്ലോസ്ഡ് ഇന്റർവൽ -1/3, 1/3. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എഫിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ A ആണ്. പക്ഷേ നമ്മളുടെ യൂറിസോൺ ലെമ്മയിൽ പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ക്യാപിറ്റൽ X ആണ്. അവിടെ രണ്ട് ഡിസ്റ്റോയിന്റ് ക്ലോസ്ഡ് സെറ്റ് ഉണ്ടെങ്കിൽ, സ്പേസ് നോർമൽ ആണെങ്കിൽ ഈ രൂപത്തിൽ എക്സിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ f1 ഫ്രം x ടു ക്ലോസ്ഡ് ഇന്റർവൽ -1/3, 1/3 സച്ച് ദാറ്റ് എന്ത് ചെയ്യുന്നു, B1ലുള്ള എല്ലാ പോയിന്റുകളെയും -1/3ലേക്കും C1ലുള്ള എല്ലാ പോയിന്റുകളെയും എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, f1 1/3ലേക്ക് മാപ്പ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് യൂറിസോൺ ലെമ്മ പ്രകാരം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി നമ്മൾ ചെയ്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് f of x മൈനസ് f1 of x കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എനി x എലമെന്റ് ഓഫ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് B1ലെ അപ്പൊ നമ്മളുടെ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള പോയിന്റ് ഉണ്ടാവും, B1 ക്യാപിറ്റൽ എയുടെ സബ്സെറ്റ് ആണ്, C1 ക്യാപിറ്റൽ എയുടെ സബ്സെറ്റ് ആണ്, അതല്ലാതെയുള്ള പോയിന്റുകൾ ഉണ്ടാവും. B1ൽ ഒരു പോയിന്റ് എക്സ് നമ്മൾ എടുത്തു എന്നിരിക്കട്ടെ. B1ൽ ഒരു പോയിന്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ എഫ് എന്താ ചെയ്യുന്നത്, ഈ നോക്കിക്കേ, ഈ ഭാഗത്തിന്റെ എഫ് ഇൻവേഴ്സ് ആണ് നമ്മൾ B1 എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പൊ എഫ് B1ലെ എല്ലാ പോയിന്റുകളെയും -1ന്റെയും -1/3യുടെയും ഇടയ്ക്കല്ലേ മാപ്പ് ചെയ്യാം. അപ്പൊ ഈ എഫിന്റെ ഇമേജ് ഇവിടെ ആയിരിക്കും. പക്ഷേ f1 എന്താ ചെയ്യുന്നത്, B1ലെ എല്ലാ പോയിന്റിനെയും -1/3ലേക്ക് മാപ്പ് ചെയ്യുന്നു, അതായത് ഈ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ എഫിന്റെ വാല്യൂസ് ഇവിടെ എവിടെയെങ്കിലും വരാം, f1ന്റെ വാല്യൂ ഇവിടെ. ഇപ്പൊ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വരാൻ പറ്റിയ ഈ -1/3യും -1 തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3. ഇനി ഇതേ സിമിലർ റീസണിങ് വെച്ചിട്ട് നമുക്ക് C1ന്റെയും പറയാം. ഇനി അതെല്ലാം ഇരിക്കട്ടെ, B1ലും C1ലും അല്ലാത്ത പോയിന്റ് ആണ് എങ്കിൽ അവരുടെ ഇമേജ് എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. അപ്പൊ എഫ് ഇമേജ് ഇവിടെ ആയിരിക്കും. f1 നോക്കിക്കേ, f1ന്റെയും കോഡൊമൈൻ എന്ന് പറയുന്നത് -1/3, 1/3 ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരുടെയും ഇമേജുകൾ ഇതേ ഏരിയയിൽ തന്നെ വരണം. അപ്പൊ അവരുടെ ഡിഫറൻസ് അഗൈൻ ലെസ് ദാൻ, ഡിഫറൻസ് മാക്സിമം ഡിഫറൻസ് വരാവുന്നത് -1/3യും 1/3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ മോഡുലസ് ലെസ് ദാൻ ഈക്വൽ ടു 2/3 ആണ്. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2/3 ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, G1 ഫ്രം A ടു, ഈ ഡൊമൈനുകൾ നോക്കിക്കോണം കേട്ടോ, G1 ഫ്രം A ക്ലോസ്ഡ് ഇന്റർവൽ -2/3, 2/3. കാരണം ഈ മോഡുലസ് വാല്യൂ
2/3-നേക്കാളും ചെറുതാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ ആക്ച്വലി ഉള്ള വാല്യൂ -2/3 മുതൽ 2/3 വരെയാണ് വരാൻ പറ്റുക. സോ ഡിഫൈൻ G1 ആസ് G1 ഫ്രം A to close to -2/3 by G1 of x is equal to f of x minus f1 of x. ഈ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. എഫ് കണ്ടിന്യൂസ് ആണല്ലോ, F1 കണ്ടിന്യൂസ് ആണല്ലോ, അപ്പൊ ഈ ഡിഫറൻസ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ G1 എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ എഫിന് അപ്ലൈ ചെയ്ത അതേ കാര്യം ഈ G1 അപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇവിടെ -1 എന്നുള്ള ഇന്റർവെലിനെ നമ്മൾ -1/3 1/3 വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇനി ഇവിടെ G1ന്റെ ഇമേജ് എന്ന് പറയുന്നത് -2/3 2/3 ആണ്. അപ്പൊ അതിനെ അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -2/9 2/9. ഓക്കെ, ആ പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് രണ്ട് ക്ലോസ്ഡ് സെറ്റുകൾ ഉണ്ടാക്കാം. B2 equal to set of all x element of S such that G1 of x less than or equal to -2/9. C2 equal to set of all x element of S such that G1 of x greater than or equal to 2/9. അപ്പോൾ ഈ രീതിയിൽ രണ്ട് സെറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ G1 കണ്ടിന്യൂസ് ആവുകയും ഇത് ക്ലോസ്ഡ് സെറ്റിന്റെ ഇൻവേഴ്സ് G1 ഇൻവേഴ്സ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുന്നത് കൊണ്ട് ഈ B2ഉം C2ഉം ക്ലോസ്ഡ് സെറ്റുകളാണ്. അഗെയിൻ നമ്മൾ യൂർസോൺ ലെമ്മയുടെ അപ്രോപ്രിയേറ്റ് വേർഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ F2 എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കിട്ടും. F2 ഫ്രം x to ക്ലോസ്ഡ് ഇന്റർവൽ -2/9 2/9. ഇവരുടെ നമുക്ക് ഈ ഇന്റർവെൽ ഏതായിട്ട് വേണമെങ്കിലും യൂർസോൺ ലെമ്മ വെച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ -2/9 2/9ലേക്ക് F2 എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. രണ്ട് ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റുകൾ മാത്രം മതി യൂർസോൺ ലെമ്മയ്ക്ക്. സ്പേസ് നോർമൽ ആവും കൂടെ ചെയ്യണം. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് കിട്ടും. ആൻഡ് അതെന്ത് ചെയ്യും? B2-ലെ എല്ലാവരെയും -2/9ലേക്കും C2-ലെ എല്ലാവരെയും +2/9ലേക്കും മാപ്പ് ചെയ്യും. ഇനി ഈ ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നു. f of x -f1x -f2x. നമ്മൾ പറഞ്ഞ അതേ റീസണിങ് വെച്ചിട്ട് ഇതിന്റെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2/9 ആയിരിക്കും. ഇതിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2/9 ആയിരിക്കും. ഇനി നമ്മൾ G2 എന്നുള്ള ഫംഗ്ഷൻ ഇത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഫ്രം A to ക്ലോസ്ഡ് ഇന്റർവൽ -4/9 4/9. ഇവിടെ പറഞ്ഞ അതേ പ്രോസസ് തന്നെ ഞാൻ 2/3 വെച്ചിട്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ G2 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി ഇതേ റീസണിങ് വെച്ചിട്ട് G2-നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളുടെ എന്താണ് യൂർസോൺ ലെമ്മ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് F3 എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ -4/27 4/27ലേക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് സീക്വൻസ് FN. ഇവരുടെ പ്രത്യേകത FN-കളൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂർസോൺ ലെമ്മ വെച്ച് കിട്ടുന്നതാണ് F1 F2 ഒക്കെ. അവരൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് ഫോർ ഈച്ച് n element of n. മോഡുലസ് ഓഫ് FN of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n-1 ഡിവൈഡ് ബൈ 3n. ഈ ഫംഗ്ഷനുകളുടെയൊക്കെ എന്താണ് റേഞ്ച് ഏതാന്നുള്ളത് നോക്കിയാൽ മതി. കോഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. F1 എങ്ങോട്ടായിരുന്നു? F1 എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോസ്ഡ് ഇന്റർവൽ -1/3 1/3ലായിരിക്കുന്നു. അപ്പം മോഡുലസ് ഓഫ് F1 of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണ്. മോഡുലസ് ഓഫ് F2 of x എന്ന് പറയുന്നതോ നമ്മളുടെ ഇവിടെ F2 of x ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. F2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -2/9 2/9ലേക്കാണ്. അപ്പോൾ മോഡുലസ് ഓഫ് F2 of x എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 2/9 ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോഡുലസ് ഓഫ് Fn of x ലെസ് ദാൻ ഈക്വൽ ടു 2n-1 ഡിവൈഡ് ബൈ 3n ഫോർ ഓൾ n element of n and ഫോർ ഓൾ x element of x. ആൻഡ് ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ GI-കളാണ്. മോഡുലസ് ഓഫ് F of x മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to n GI Fi of x. ദിസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 2n ഡിവൈഡ് ബൈ 3n. ഇതിനെയൊക്കെ നമ്മൾ G1 G2 G3 എന്നൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ അവരുടെ മോഡുലസ് ഇതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9 2/3 എന്നൊക്കെ കൊണ്ട് നമ്മളോട് എഴുതിയിട്ടുണ്ട്. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ആണ് സീക്വൻസ് FN എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ മോഡുലസ് ഓഫ് FN of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സാധനം എന്ന് കിട്ടിയിട്ടില്ല. ഇതിനെ നിങ്ങൾ MN എന്ന് വിളിക്കാം. ഈ സിഗ്മ MN നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പം ഇതിന് 1/3 ഇൻറ്റു 2/3 ഹോൾ റേസ് n-1 എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കൺവെർജന്റ് സീരീസ് ആണ്. കാരണം എന്താ, ഇത് നമ്മളുടെ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ലെസ് ദാൻ 2/3 ആണ്. ഇവിടെ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് ഇത് കൺവെർജന്റ് ആണ്. അപ്പം നമ്മളുടെ മുൻപ് പറഞ്ഞ എം ടെസ്റ്റ് എന്നുള്ള തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് Fn of x ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ MN ആണ്. അവിടെ MN ആണ്. അവിടെ സിഗ്മ MN എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സീരീസ് കൺവെർജന്റ് ആണെങ്കിൽ സിഗ്മ FN കൺവെർജസ് യൂണിഫോംലി എന്നുള്ളതാണ് തിയറം. അപ്പോൾ ഈ സിഗ്മ FN യൂണിഫോംലി കൺവെർജന്റ് ആവും. സേ ടു എ ഫംഗ്ഷൻ ക്യാപിറ്റൽ F. നമുക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല, ക്യാപിറ്റൽ F എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്യാപിറ്റൽ F-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ സിഗ്മ FN. പക്ഷേ ഈ FI-കളുടെ പ്രത്യേകത നോക്കിക്കേ, ഓരോ FI-കളും ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഈ സീരീസിന്റെ സിഗ്മ FN എന്ന് പറയുന്ന ഈ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം അല്ലേ.
പാർഷ്യൽ സമ്മും എഫും തമ്മിലുള്ള ഡിഫറൻസും ഇതും ടെൻസ് ടു 0 അല്ലേ? 2/3 ഹോൾ റേസ്ഡ് n എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് സീക്വൻസ് ഓൾസോ ടെൻസ് ടു 0. അപ്പൊ ഇതിലേക്ക് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നല്ലേ കിട്ടുന്നത്. പക്ഷേ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെയല്ലേ നമ്മളുടെ സീരീസിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ സീരീസ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്തേ പറ്റൂ? ആ സ്മോൾ എഫിലേക്ക് കൺവേർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യം എക്സ് എലമെന്റ് ഓഫ് എയിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പം ഇത് സിഗ്മ എഫ് എൻ ഹോൾ ക്യാപിറ്റൽ എക്സിൽ കൺവേർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫിലേക്കാണ്. നമ്മൾ ആ പേരാണ് വിളിച്ചത്. പക്ഷെ ഈ കണ്ടീഷൻ പ്രകാരം എയിലുള്ള എല്ലാ പോയിന്റ്സിലും ആ സിഗ്മ എഫ് എൻ എന്ന് പറയുന്നത് ഈ സ്മോൾ എഫിലേക്ക് കൺവേർജ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ക്യാപിറ്റൽ എഫ് ആൻഡ് സ്മോൾ എഫ് ഷുഡ് എഗ്രി ഓൺ ക്യാപിറ്റൽ എ. ദാറ്റ് മീൻസ് ഈ എഫിന്റെ ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ആണ് ക്യാപിറ്റൽ എഫ് എന്നുള്ളത് കിട്ടി. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഫംഗ്ഷനും ആണ്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇതിലുള്ള പ്രൂഫ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, യൂറോസോൺ ലെമ്മ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അത് ശ്രദ്ധിച്ച് പഠിക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിലബസ് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്.